ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഞാൻ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, അപ്പോൾ അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയപ്പോൾ കുഞ്ഞാവ് വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഞാൻ വഴറ്റിയപ്പോൾ സവാള ഇല്ലായിരുന്നു വരെ ഞാൻ കൊച്ചുള്ളി ഇട്ട് കൊടുത്ത്, കുറച്ചേറെ കൊച്ചുള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വഴറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴറ്റിക്കൊണ്ടിരുന്നു. പിന്നെ അതിനകത്തേക്ക് ഞാൻ നന്നായിട്ടൊന്ന് വഴന്ന് പറഞ്ഞേ കറിവേപ്പില ഒരു ബ്ലാക്ക് കളറായി, പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വേണ്ടുന്ന ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല പോണൊക്കെ ഞാൻ നല്ലപോലെ അങ്ങ് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നല്ലപോലെ വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരൊറ്റ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ ക്യാരറ്റ് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുത്ത് നല്ലപോലെ വഴറ്റി. പിന്നെ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റിനകത്തിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഞാൻ വഴറ്റി ഒക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒന്ന് വാടി വന്ന ആ സമയമായപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതാണ് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയത്. മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ഞാൻ മുട്ട പൊട്ടിക്കുന്ന വീഡിയോ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തപ്പോൾ വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. പിന്നെ പൊട്ടിച്ച മുട്ട എടുത്ത് ഇതിനകത്തേക്ക് നല്ലപോലെ ഇട്ട് ചിക്കി കൊടുത്തു. കുറച്ചേറെ ചിക്കി കൊടുത്തതിനകത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ചിക്കി എടുത്തായപ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഇത് വഴറ്റിയെടുത്ത് പിന്നെ അതിനകത്തേക്ക് ഞാൻ വേവിച്ചിരുന്ന ചോറുകൂടെ സെറ്റ് ചെയ്ത് വെച്ച്. ചോറ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ചോറിട്ടപ്പോൾ എനിക്ക് പറ്റണില്ല വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാൻ. പിന്നെ ഞാൻ കൈകൊണ്ട് ചോറ് വാരി ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടി. പിന്നെ ലാസ്റ്റ് ലുക്ക് ഇതാണ് ഫൈനലായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.